ഹായ് ഫ്രണ്ട്സ്, ടാർഗറ്റ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ തമ്പനിയിൽ കണ്ട മാതിരി നമ്മളൊരു അഡാറ് സാധനം വാങ്ങിച്ചിരിക്കണം. നമുക്ക് കുറേ നാളത്തെ ഒരു ചെറിയൊരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം എന്താ വെച്ചാൽ DSGൻ്റെ റൈസ് പ്രോ എന്ന് പറയുന്ന പുതിയ വെർഷനാണ്. ഇതിൻ്റെ പഴയൊരു വെർഷൻ ഉണ്ട്, അത് ഫുൾ ബ്ലാക്ക് അയിമർ റെഡ് ആയിട്ടുള്ളത്. അതിൻ്റെ പുതിയൊരു വെർഷനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ജാക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 11,000 ആണ്. ഇത് 10,999 ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ജാക്കറ്റ് ഷോപ്പ് ചെയ്യുള്ളത് നമ്മളെ കൊല്ലത്തുള്ള ഗീറോൺ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അവരടുത്ത് ഞാൻ ഇത് എടുക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് കഥകളുണ്ട്. കഥകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ തപ്പി കുഴങ്ങി ലാസ്റ്റ് നമുക്കുണ്ടാവുമല്ലോ, ഇത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങാനുണ്ടെങ്കിൽ എന്തായാലും ഒരു വിജയം കാണുമല്ലോ, അതേമാതിരി കിട്ടിയതാണ്. ഇപ്പോൾ ഞാൻ കുറേ ഷോപ്പുകൾക്ക് കോൺടാക്ട് ചെയ്തു. അതായത് നമ്മളെ കോഴിക്കോടുള്ള റിയൽ ആക്സറീസ്, അതേമാതിരി നമ്മളെ ഹെൽമെറ്റ് അഡ്സ്, കൊച്ചിയിലുള്ള ഹെൽമെറ്റ് അഡ്സ്, കുറേ പരമാവധി ഇൻസ്റ്റയിൽ കാണുന്ന എല്ലാ ഷോപ്പുകളും മെസ്സേജ്. ഇപ്പോൾ അതിന് ഓൺലൈനുകൾ കുറേ തപ്പി. ഫ്ലിപ്കാർട്ടിൽ ഈ സാധനമല്ല, ഇത് പ്രൊഫഷണൽ സാധനമായതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലുണ്ട്. പക്ഷേ ആമസോണിലുള്ളത് XL, XXL, സ്മാളാണ് എനിക്ക് വേണ്ടത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഷർട്ട് എന്ന് പറഞ്ഞാൽ മീഡിയനാണ്. അപ്പോൾ നമ്മൾ ജാക്കറ്റ് എടുക്കുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ നമ്മൾ മീഡിയം ഷർട്ട് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മൾ ജാക്കറ്റ് സ്മാൾ എടുക്കുക, എന്നാലും നമുക്ക് അതിൻ്റെ പേടും കാലിലൊക്കെ നമ്മൾ കറക്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ എൽബോൻ്റെ പേടാണെങ്കിലും അതേമാതിരി ചെസ്റ്റ് പേഡൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ മീഡിയം ഷർട്ട് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്മാൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പേടും കാലിലൊക്കെ കറക്റ്റ് സൈസിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ വെച്ചാൽ ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ വെയിറ്റ് ചെയ്തു, സ്മാൾ കിട്ടുമോ നോക്കി കുറേ വെയിറ്റ് ചെയ്തു, ഒരു രക്ഷയില്ല. അതായത് ഇതിൽ അതായത് XXL ആണ്, പിന്നെ ലാസ്റ്റ് 9 XXL-ഉം XL-ഉം. അപ്പോൾ ഈ സാധനം വരും, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഇത് കാണില്ല, പിന്നെയും വരും. അപ്പോൾ പിന്നെ ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നവരെ ഒന്നുകൂടിയും ബുദ്ധി നേരിട്ട് പോയി എടുക്കണമല്ലോ കരുതി. അപ്പോൾ ഇവിടെ എടുത്ത് ഷോപ്പിൽ എവിടെയും സാധനമല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കൊല്ലത്തുള്ളൊരു ഈ ഗെറോൺ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഒരു ഫോട്ടോ കാണുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഓലിക്ക് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ സാധനം സ്മാൾ സിംഗിൾ സ്റ്റോക്ക് ഉണ്ട് പറഞ്ഞു. അതൊരു 1.5 സന്തോഷം തന്നെ, കാരണം സ്മാൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ. അപ്പം തന്നെ ഞാൻ ക്യാഷ് ഓലിക്ക് ഗൂഗിൾ പേ ചെയ്തു. ഗൂഗിൾ പേ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ സാധനം എനിക്ക് എൻ്റെ നാട്ടിലെത്തുകയും ചെയ്തു. അത് കൊറിയറായി കണ്ട് എത്തിയത് DTDC എന്തൊരു കൊറിയർ ഓഫീസുണ്ട്, ആ ഒരു കൊറിയർ ഓഫീസിനാണ് എനിക്ക് സാധനം കിട്ടിയത്. അവർ നേരെ എനിക്ക് കൊടുന്നേരും ചെയ്തു. അത് വിളിച്ചൊന്നും ചെയ്തില്ല, ഞാനൊരു അഡ്രസ്സ് കൊടുത്തു, ആ അഡ്രസ്സ് നേരെ എനിക്ക് കൊടുന്നു തന്നുകയും ചെയ്തു. അപ്പോൾ ഈ ജാക്കറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ DSG റൈസ് പ്രോ എന്നാണ് ജാക്കറ്റിൻ്റെ പേര്. ഇതിൻ്റെ പഴയ വെർഷൻ്റെ പേരെന്ന് വെച്ചാൽ DSG എവോ 2 പ്രോ അങ്ങനെ എന്തൊക്കെയാണ് പഴയ മോഡൽ. പുതിയ മോഡൽ റൈസ് പ്രോ. അപ്പോൾ ഈ ജാക്കറ്റ് ഷോപ്പ് ചെയ്യേണ്ട ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേമാതിരി എനിക്ക് ആമസോണിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ DSGൻ്റെ ലിങ്കും കൊടുക്കാം. അതേമാതിരി പിന്നെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളെ സാധനങ്ങൾ എവിടെയെന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ അത് എവിടെ പോയിട്ടില്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. ഇതാക്കണേ നല്ലൊരു ബാഗിലാണ് ഈ സാധനമൊക്കെ കിട്ടിയില്ലേ. അതായത് ഇവരുടെ ബാഗിൻ്റെ മുകളിൽ തന്നെ ഇവരെ ലോഗോ മെൻഷൻ ചെയ്തേക്കണേ, DSG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ മെൻഷൻ ചെയ്തേക്കണേ. അപ്പോൾ ഈ ബാഗും നമുക്ക് അതേമാതിരി ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. ഇപ്പോൾ നമുക്ക് ലോങ് റൈഡൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ലഗേജൊക്കെ ഇത് നമുക്ക് ഇടാൻ കഴിയും. ലഗേജൊക്കെ ഇട്ട് വണ്ടീൻ്റെ ബാഗ് കരിയർ അങ്ങോട്ട് സെറ്റ് ചെയ്താൽ മതി, കടക്കും അവിടെ. അപ്പോൾ ഇത് എനിക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ നല്ലതിനും കേട്ടോ. അതായത് ഇതിമേ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾ കണ്ടുപോകുമല്ലോ ഫ്ലിപ്കാർട്ടിൽ ആമസോണിനൊക്കെ സാധനം വരുമ്പോൾ ആകെ കവർ ചെയ്തുകൊണ്ട് ഒരു സെറ്റപ്പിലായിരുന്നു ഇത് വരാം. അതേമാതിരി എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കണേ, അതിൻ്റെ ശേഷമാണ് ഞാൻ അത് റിവ്യൂ ചെയ്യണത്. ആ പിന്നെ ഇത് ആശാരം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോകണം. ഇതാണ് നമ്മളെ ചെറുക്കൻ DSG. ഫസ്റ്റ് ഇത് നമ്മളെ ബാക്കിലെ റൈസ് ഹബ് ഉണ്ടല്ലോ, അതിന് നല്ല DSG എന്ന് എഴുതിയിട്ടുള്ള നല്ലൊരു അടിപൊളി ലോഗോ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള കളറ് റെഡും അല്ല ഓറഞ്ച് അല്ല, ഇത് ഓറഞ്ച് ഫ്ലൂറസെൻ്റ് എന്നാണ് ഈ കളറിൻ്റെ പേര്. അതേമാതിരി തന്നെ നല്ലപോലെ DSGൻ്റെ ലോഗോ ഉണ്ട്. സാധനം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് 5 കിലോൻ്റെ അടുത്തുണ്ട്. ഇത് 4 കിലോനാണ് ഇതിൽ ഓല പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജാക്കറ്റ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തരാം. അതിന് മുമ്പേ നമ്മൾ ബാഗിൽ 2-3 സാധനങ്ങളുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. തൽക്കാലം നമ്മൾ ചെറുക്കവിടെ നിൽക്കട്ടെ. അപ്പോൾ ബാഗ് ഒരു വാട്ടർ പ്രൂഫിൻ്റെ ബാഗ് തന്നെയാണ്, കാരണം ഉള്ളിൽ വാട്ടർ പ്രൂഫിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊരു ചെറിയൊരു റെയിൻ ലൈനർ ഉണ്ട്, അതായത് ഹാഫാണ് ഇത് തരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര യൂസ്ഫുൾ ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇടാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അഡീഷണൽ ആയിട്ടൊരു റെയിൻ ലൈനർ വാങ്ങണം നല്ലത്. അതായത് ഇപ്പോൾ നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്, 900 രൂപയാണ് നല്ല റെയിൻ ലൈനറുള്ളത്. അത് ഓറഞ്ച് കളറ് ഗ്രീൻ കളറൊക്കെ ഉള്ള നല്ല ലൈനറുണ്ട്. അതായത് നമുക്ക് നല്ല വലുതല്ല ഉണ്ടാവുക. അതായത് നമ്മൾ
ഈ ജാക്കറ്റിൻ്റെ സൈസിന് അനുസരിച്ചുള്ള തന്നെ ഉണ്ടാവുക. പിന്നെ ജാക്കറ്റിൻ്റെ മേലിടുമ്പോൾ അത് അവിടെ സെറ്റായി കിടക്കും. മറ്റേത് ആകെ തടിച്ചുകൊണ്ട് വരും. ഉള്ളിൽ ചെറുതായിട്ട് സ്പോഞ്ച് സെറ്റപ്പൊക്കെ ഇതിന് വരുന്നത്. അതേമാതിരി ഇതിനൊരു നല്ലൊരു വാട്ടർ പ്രൂഫിങ് ഉറകുണ്ട്. അത് നമുക്ക് ഫോണോ പേഴ്സോ നമുക്ക് വണ്ടിയുടെ ബുക്ക് മാപ്പുകളിലൊക്കെ വെക്കാനോ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള ചെറിയൊരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു പോക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഇതും ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് നമ്മൾ പരിചയപ്പെടുത്തി. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് DSGൻ്റെ സാധനങ്ങളല്ല, നമുക്ക് ഈ ഗീറോൺ എന്ന് പറഞ്ഞ ഷോപ്പ്, അതായത് ഞാൻ ഈ ജാക്കറ്റ് വാങ്ങിയ ഷോപ്പിൻ്റെ 2-3 നമുക്ക് അവർ അയച്ചു തന്നിട്ടുള്ള 2-3 സാധനങ്ങളാണ്. 2 സാധനങ്ങൾ. അതായത് ഒന്ന് ടീം ഗീറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ, നമുക്ക് വണ്ടിമേ എവിടെയെങ്കിലും ഒട്ടിക്കാൻ പറ്റിയ സ്റ്റിക്കർ. രണ്ടാമത്തെ ഒരു കീ ചെയിനും, നല്ലൊരു കുഴപ്പമില്ലാത്ത ഓല ഷോപ്പിൻ്റെ ഗീറോൺ എന്നുള്ള ഷോപ്പിൻ്റെ ഒരു കീ ചെയിനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു തന്നതാണ്. അപ്പോൾ താങ്ക്സ് ഗീറോൺ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി. ഇതിനുള്ളൂ നമുക്ക് ഇതിലുള്ളത്. അതായത് ജാക്കറ്റിൻ്റെ ഒപ്പം ഈ ഒരു റെയിൻ ലൈനർ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ജാക്കറ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കാം. ശരിക്കും ഈ റെയിൻ ലൈനർ നമ്മൾ ആദ്യം ഇടണം. ഞാൻ കാണിച്ചു തരാം. ഈ സാധനം ഇപ്പോൾ ഇതിലേക്കട്ടെ. നമ്മൾ ഈ ബാഗ് തൽക്കാലം ഇവിടെ മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം റെയിൻ ലൈനറാണ് ഇതിൻ്റെ ഉള്ളിലിടുന്നുണ്ട്. ഇതിന് ശേഷം നമ്മളെ ചെറുക്കനെ അങ്ങോട്ട് പിടിക്കാം. നല്ല ടൈറ്റ് ഉണ്ട്. അതായത് ഇതിനെ ടൈറ്റ് തന്നെ ഇതിന് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ ജാക്കറ്റ് ഇട്ടതിൻ്റെ ശേഷമുള്ളൊരു രൂപം. നല്ല സെറ്റായി കിടക്കുന്നുണ്ട് ഇവിടെ. അതായത് ഇതിൻ്റെ പാഡിങ്ങുകളിലൊക്കെ നമ്മൾ കറക്റ്റ് അതിൻ്റെ പൊസിഷൻ തന്നെ നിൽക്കുന്നുണ്ട്. എൽബോൻ്റെ പേടും അതേമാതിരി ഷോൾഡറിൻ്റെയും അതേമാതിരി റൈസ് ഹബും ഒക്കെ സെറ്റായി നിൽക്കുന്നുണ്ട്. നമുക്കിതിൽ ചെസ്റ്റ് ബേർഡ് ഉണ്ടാവില്ല കേട്ടോ. ചെസ്റ്റ് ബേർഡ് നമുക്ക് അഡീഷണലായിട്ട് വാങ്ങണമായിരിക്കും നല്ലത്. ചെസ്റ്റ് ബേർഡ് ഇതിൽ വരുന്നില്ല. ചെസ്റ്റ് ബേർഡിനുള്ള ഓപ്ഷനും കാണാൻ ഇതിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാനപ്പോൾ അത് ജാക്കറ്റ് ഇട്ടതിന് ശേഷമുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സ്മോൾ ആയതുകൊണ്ട് തന്നെ നല്ല ഫിറ്റായി കിടക്കുന്നുണ്ട്. മറ്റേ മീഡിയം എന്നുണ്ടെങ്കിൽ നല്ല ലൂസ് ഉണ്ടാവും. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ലൂസ് ചെയ്ത് നല്ല തടിയിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കി എടുക്കാം. ഇനിയിപ്പോൾ എനിക്ക് മെല്ലിച്ചാളെന്നുണ്ടെങ്കിൽ ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു മീഡിയയിൽ ഇട്ടിരിക്കണേ. പിന്നെ നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടണമെങ്കിൽ കൂടെ വെച്ചാൽ ഈ ഒരു സൈഡിൽ കൂടിയും അതേമാതിരി ഈ ഒരു സൈഡിൽ കൂടിയാണ് നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടുന്നത്. അതേമാതിരി ഈ ഒരു ഇതിൽ കൂടെയൊക്കെ നമുക്ക് എയർ സർക്കുലേഷൻ വരുന്നുണ്ട്. പിന്നെ അതേമാതിരി നമുക്ക് കയ്യിൻ്റെ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സിബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൈ ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈറ്റ് ചെയ്യാനുള്ളൊരു പിന്നുണ്ട്, ഒരു ക്ലാമ്പ്. അത് നമുക്ക് എനിക്ക് ഈ ഒരു ഇതിക്ക് തന്നെ കറക്റ്റ് എത്തുന്നില്ല. ഇതിക്ക് പിന്നെ എൻ്റെ ഈ കൈക്ക് പറ്റില്ല. നല്ല മെല്ലിച്ച ആളൊക്കെ എന്നുണ്ടെങ്കിൽ ഇതിക്ക് ചാടാം. അപ്പോൾ എല്ലാ ജാക്കറ്റിലും വരുന്നത് തന്നെ നമുക്കിത് സിബാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ലോങ് റൈഡിന് വേണ്ടി നിർമ്മിച്ചൊരു ജാക്കറ്റല്ല ശരിക്കും. ഇത് റേസിങ് അതേമാതിരി തന്നെ നമ്മൾ ജസ്റ്റ് സ്റ്റണ്ടിങ്ങിനൊക്കെ ആയിട്ട് അതിനൊക്കെ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു ജാക്കറ്റാണിത്. ഇത് ലോങ് റൈഡിന് പോകണമെന്നുണ്ടെങ്കിൽ അത്ര കംഫർട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇത് ഒരു അഡാർ ലുക്കാരം ഒരു റേസിങ് ജാക്കറ്റ്, ഒരു പ്രോ റേസ്. കാരണം ഈ റേസിങ് ഹബ് ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ മെയിൻ ലുക്ക്. പിന്നെ ഈ DSGൻ്റെ ഈ ഒരു അതായത് ഈ ഒരു മെൻഷൻ ചെയ്തൊരു ലോഗോം അതേമാതിരി ഈ ഒരു ഗ്രാഫിക്സും ഒരു വെറൈറ്റി ലുക്ക് തന്നെ ആയി. ഞാൻ ആദ്യം ഇതിൻ്റെ പഴയ മോഡൽ എവോപ്രോ ആണ് നോക്കിയത്. പക്ഷേ ഈ ഒരു സാധനം ഇറങ്ങിയപ്പോൾ അതായത് എവോപ്രോവിന് ശേഷം ഞാൻ വെറുതെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഈ ഒരു സാധനം കണ്ടു. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ചെയ്ത് നോക്കായി. പിന്നെ ഇത് എടുക്കാനുള്ളൊരു തത്രപ്പാടിലേനോ. പിന്നെ എന്താ വെച്ചാൽ ഈ സാധനം തപ്പിയിട്ട് സ്മാൾ കിട്ടണില്ല. നമ്മൾ വെറുതെ ഇതിലൊക്കെ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ റിട്ടേൺ അയച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനല്ലോ വരുള്ളൂ. സ്മാൾ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ കുറേ തപ്പിയിട്ടാണ് ഈ സാധനം കിട്ടിയത്. അതേമാതിരി തന്നെ നമുക്ക് നമ്മുടെ
പേഴ്സും അതേമാതിരി ഫോണൊക്കെ ഇടുന്നുണ്ടെങ്കിൽ വേറെ സെറ്റപ്പും എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് ഷിബുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഇതൊരു വാട്ടർ പ്രൂഫ് തന്നെയാണ്. അതായത് പെട്ടെന്ന് ഉള്ളിലേക്ക് വെള്ളം കയറില്ല ആ ഒരു മോഡൽ. അപ്പോൾ ഇവിടെ അടിപൊളി പോക്കറ്റ് ഇവിടെ ഉണ്ട്, അതേമാതിരി ഈ സൈഡിലും ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ഇതിപ്പോഴും പറിച്ചിട്ടില്ല. സെറ്റ് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഷിബ് ഇതിലുണ്ട്. പിന്നെ അത് വരുന്നത് ലെവൽ 2 പാഡിങ്ങാണ് വരുന്നത്. ഇത് പുറമേയും വരുന്നുണ്ട്, ഉള്ളിലും വരുന്നുണ്ട്. ഉള്ളിൽ വരുന്നത് നല്ലൊരു സ്പോഞ്ച് ടൈപ്പാണ്. ഞാൻ ഊരി കാണിച്ചു തരാം. അതായത് നമ്മൾ ബാക്കിലുള്ളത് ഞാൻ ഊരി കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഈ സാധനം സ്മോൾ ആയതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് നല്ലൊരു ഫിറ്റിങ്ങിൽ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ലാർജ് എക്സലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാക ചടച്ചിരുന്നു. സ്മോൾ ആയതുകൊണ്ട് തന്നെ നല്ല സെറ്റ് ചെയ്തിട്ട് എന്നാൽ തന്നെ ചെറിയൊരു ലൂസ് ഉണ്ട് കയ്യിൻ്റെ അവിടെയൊക്കെ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും കരുതുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഊരിയാണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥകളൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് പുറമത്തേയാണ് ആദ്യം തന്നെ ഉള്ളിലത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇട്ട് ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ലുക്ക് ഇതിൻ്റെ ഇട്ടാളൊരു ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഇട്ട് കാണിച്ചു തന്നാണ്. അപ്പോൾ നമ്മൾ ഈ ജാക്കറ്റിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ ഒന്ന് നോക്കാൻ പോകാൻ. അതായത് ഇതിൻ്റെ പേടുകളിലൊക്കെ പുറത്തുള്ളതൊക്കെ നമ്മൾ കണ്ടു ലെവൽ 2 അപ്പം ഇനിയിപ്പോൾ ഉള്ളിലുള്ള ഇപ്പോൾ നമ്മൾ ആദ്യം കാണാൻ നമ്മൾ ബാക്കിലുള്ള പേടാണ്. ബാക്കിലുള്ള പേട് നമുക്കിവിടെ ഊരിയാണ്ട് നോക്കാനേ കഴിയും. അപ്പോൾ അത് നല്ല വലിച്ചെടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ അത് നന്നായിട്ട് കയറും. ഇത് സ്പോഞ്ച് ആയതുകൊണ്ട് മടക്കി എടുക്കാം. അതിൻ്റെ റെഡ് പേടട്ടത് ഇതാണ് നമ്മളെ ബാക്കിൽ വരുന്ന ഒരു പേട് എന്ന് പറയുന്നത്. ഇത് വീണ് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരില്ല, കാരണം വെച്ചാൽ ഇത് റബ്ബർ മോഡലാണ്. സെറ്റ് ഇനി നമുക്ക് മറ്റേ സാധാ പ്ലാസ്റ്റിക്കിനാണെങ്കിൽ അതും കയറ്റാം. ഞാൻ ചെസ്റ്റമ്മക്ക് എനിക്കൊരു പേട് നോക്കണം. ചെസ്റ്റമ്മക്ക് റബ്ബർ തന്നെ നല്ലത്. ചെസ്റ്റമ്മക്ക് ഇനി ഇത് അഡീഷണലായിട്ടൊന്ന് വാങ്ങണം. അതിന് 4000 റുപ്യാണ് ഫുൾ പേടിന് വരുന്നത്. അപ്പോൾ ചെസ്റ്റമ്മക്കായിട്ടുള്ളതുണ്ടോ നോക്കണം. അപ്പോൾ ബാക്ക് നമ്മൾ നോക്കി. അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് വെക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. പേട് ചെയ്യാനുള്ള ചെസ്റ്റിന് വെക്കാനുള്ളൊരു കവറിങ് കൂടി വരുന്നുണ്ട്. അതാണ് ഇവിടെ. അതേമാതിരി തന്നെ നമ്മളെ ചെസ്റ്റിൻ്റെ അവിടെയും ഒരു ഷിബ് വരുന്നുണ്ട്. അതേമാതിരി നമ്മളെ ഷോൾഡറിൻ്റെ പേട് എന്ന് പറയുന്നത് പേട്, അതായത് ആ ഉള്ളിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാട്ടോ. അപ്പോൾ നമ്മളിത് നമ്മൾ ഒരട്ടിട്ടു. ഇനി നമുക്ക് ഇഷ്ടേണ്ട ഹെൽമെറ്റൊക്കെ ഇട്ട് നമുക്ക് ഇതിൻ്റെ ലുക്ക് തന്നെ ഉണ്ടാക്കാം. ഇത് വണ്ടിമ്മക്ക് ഇരുന്നിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാറണ്ടി കാലമാണ് ഇട്ടത്. ഇത് നമ്മൾ എടുത്തേക്കണ നല്ലതാണ്. നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് അവിടെ മാറ്റി വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ടതിൻ്റെ ലുക്ക് തന്നെ നോക്കാം. ശരിക്കും ഇതിൻ്റെ മറ്റേ നമ്മളെ ഹെൽമെറ്റും മറ്റേ വൈസറൊന്നും മാറ്റിക്കണമെങ്കിൽ വൈസറിനെ താത്തി കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ലുക്ക് വരാം. ഇതിപ്പോൾ സാധാ സ്റ്റോക്ക് വൈസർ ആയതുകൊണ്ടാണ് എന്നിട്ട് ലുക്ക് കമ്മി കിട്ടുന്നത്. ഹെൽമെറ്റ് ഇട്ട് കണ്ട് കാണാൻ കുഴപ്പമില്ലാത്ത ലുക്കൊക്കെ ഉണ്ട്. അപ്പം ഇനി വണ്ടിമൊന്ന് കയറി നിന്നിട്ട് അതിൻ്റെ ലുക്ക് നമുക്കൊന്ന് നോക്കാം. ഇതാണ് വണ്ടിമ കയറി കഴിഞ്ഞുള്ള ലുക്ക്. പിന്നെ വണ്ടിമ കയറുമ്പോൾ നമുക്ക് ഈ സാധനം നമുക്ക് ചുളുങ്ങും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നിവർത്താം. അത് സീനില്ലാത്തൊരു കാര്യമാണ്. വണ്ടി പിന്നെ കഴിഞ്ഞാൽ തന്നെ നല്ല കുഴപ്പമില്ലാതെ ലുക്ക് കിട്ടും. പിന്നെ ഒന്നുകൂടി ഇപ്പോൾ V3 RC എന്നുണ്ടെങ്കിൽ ഒരു സ്പോർട്ടി ലുക്ക് തന്നെ. ഇതിന്മേൽ തന്നെ ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്പോർട്ടി ലുക്ക്. ഇപ്പോൾ എനിക്ക് ട്രാക്കൊക്കെ പോകാൻ നല്ലൊരു ആഗ്രഹം തോന്നുന്നുണ്ട് ഈ ഒരു ജാക്കറ്റ് ഇട്ട് ഇവിടെ ഇരിക്കുമ്പോൾ. കാരണം ഇതിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ബാക്കത്തെ മറ്റേ റേസിംഗ് ഹബിൻ്റെ ഒരു ഇതിങ്ങനെ പുറത്തൊക്കെ തട്ടുമ്പോൾ ഒരു വെറൈറ്റി ഫീലിംഗ് തന്നെയാണ്. നല്ല ലുക്കുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ജെറ്റായി ഇങ്ങനെ പോകണം NH കൂടെ, വേറൊരു പവർ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെല്ലൈക്കൺ അമർത്തിടാം. അപ്പോൾ നമ്മൾ ഈ ചാനൽ മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ട്രാവലിംഗ് ആൻഡ് ബൈക്ക് റിലേറ്റഡിങ് ആണ്. അപ്പോൾ ഈ ചാനലിൽ ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഈ ജാക്കറ്റ് ഷോപ്പ് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് ഗിയറോണിൻ്റെ ഷോപ്പിൻ്റെ ഫോൺ, അതായത് കോൺടാക്ട് ഡീറ്റെയിൽസും അതേമാതിരി ഓലെ ഇൻസ്റ്റാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കയറി ഓലായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി.
അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജാക്കറ്റിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ബൈക്കിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ടും കാണാനൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ എന്തായാലും റീപ്ലൈ തന്നിരിക്കും. Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up, so